ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. സൃഷ്ടികളിൽ ഞാൻ കണ്ടു നിൻ കരവിരുത്, അത്ഭുതമാം നിൻ ജ്ഞാനത്തിൻ പൂർണ്ണതയും. സൃഷ്ടികളിൽ ഞാൻ കണ്ടു നിൻ കരവിരുത്, അത്ഭുതമാം നിൻ ജ്ഞാനത്തിൻ പൂർണ്ണതയും. പകരം എന്തു നൽകും ഞാനിനി, നന്ദിയാലെന്നും വാഴ്ത്തിടും സൃഷ്ടാവേ. പകരം എന്തു നൽകും ഞാനിനി, നന്ദിയാലെന്നും വാഴ്ത്തിടും സൃഷ്ടാവേ. അടിപ്പിണരിൽ കണ്ടു ഞാൻ സ്നേഹത്തെ, സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ. അടിപ്പിണരിൽ കണ്ടു ഞാൻ സ്നേഹത്തെ, സൗഖ്യമാക്കും യേശുവിൻ ശക്തിയെ. പകരം എന്തു നൽകും ഞാനിനി, എന്നാരോഗ്യം നൽകുന്നു താതനായി. പകരം എന്തു നൽകും ഞാനിനി, എന്നാരോഗ്യം നൽകുന്നു താതനായി. മൊഴിയിൽ കേട്ടു രക്ഷയിൻ ശബ്ദത്തെ, വിടുതൽ നൽകും നിൻ ഇമ്പവചനത്തെ. മൊഴിയിൽ കേട്ടു രക്ഷയിൻ ശബ്ദത്തെ, വിടുതൽ നൽകും നിൻ ഇമ്പവചനത്തെ. പകരം നൽകും ഞാനിനി,
ദേശത്തെങ്ങും പോകും സുവിശേഷവുമായി. പകരം എന്തു നൽകും ഞാനിനി? ദേശത്തെങ്ങും പോകും സുവിശേഷവുമായി. ശരീരം തകർത്തു നീ ഞങ്ങൾക്കായി, ശുദ്ധരക്തം ചിന്തി നീ ഞങ്ങൾക്കായി. നിൻ ശരീരം തകർത്തു നീ ഞങ്ങൾക്കായി, ശുദ്ധരക്തം ചിന്തി നീ ഞങ്ങൾക്കായി. പകരം എന്തു നൽകും ഞാനിനി? അന്ത്യത്തോളം ഓർമ്മിക്കും യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി? അന്ത്യത്തോളം ഓർമ്മിക്കും യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി? ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥനേ. പകരം എന്തു നൽകും ഞാനിനി? ഹൃദയം പൂർണ്ണമായി. ശരീരം തകർത്തു നീ ഞങ്ങൾക്കായി, ശുദ്ധരക്തം ചിന്തി നീ ഞങ്ങൾക്കായി. നിൻ ശരീരം തകർത്തു നീ ഞങ്ങൾക്കായി, ശുദ്ധരക്തം ചിന്തി നീ ഞങ്ങൾക്കായി. പകരം എന്തു നൽകും ഞാൻ? ഈശോയ്ക്ക് ഒരു നന്ദി പറഞ്ഞ് വേണം കേട്ടോ ഈ ദിവസം നമ്മൾ ആരംഭിക്കാനായിട്ട്. കർത്താവിൻ്റെ വലിയ കൃപയ്ക്കായിട്ട് നമ്മുടെ കണ്ണുകളൊക്കെ നടച്ച് കൃപയോടുകൂടിയാകട്ടെ ഈ ദിവസം, അനുഗ്രഹത്തിൻ്റെ ആകട്ടെ ഈ ദിനം. യേശുവേ, ഒരു മനോഹരമായൊരു ദിവസത്തോടുകൂടി ഈ ഒരാഴ്ച പ്രാർത്ഥനയോടുകൂടി ഈ ഒരാഴ്ച ആരംഭിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ഈ ആലയത്തിൽ കൂടി വന്നിരിക്കുകയാണ്. ഒന്ന് യേശുവിലേക്ക് കൊടുക്കാം. കഴിഞ്ഞ ആഴ്ച എനിക്ക് ലഭിച്ച നന്മകൾ, വിഷമങ്ങൾ, സങ്കടങ്ങൾ എല്ലാം ഒന്ന് കൊടുത്ത്, കർത്താവേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ വീഴ്ചകളൊക്കെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്, വലിയ സന്തോഷങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്, എല്ലാം ഞങ്ങൾ അങ്ങനെ തിരുകരങ്ങളിലേക്ക് സമർപ്പിച്ച് നന്ദി പറഞ്ഞ് ഒരു പുതിയ ഒരാഴ്ച, ഒരു ദിനം നമ്മളിന്ന് ആരംഭിക്കുന്നു. ഇതിന്ന് 12-ാം തീയതി ഉയർപ്പിൻ്റെ കാലഘട്ടത്തിൻ്റെ 4-ാമത്തെ ഞായറാഴ്ച കഴിഞ്ഞ ആഴ്ചയിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഈശോയുടെ കൂടെ ചേർന്ന് നമുക്ക് ഈ ദിവസം ആരംഭിക്കാം. അനുഗ്രഹിക്കണേ നാഥ. പ്രത്യേകിച്ച് വലിയൊരു കൃപയുടെ യുദ്ധഭീതി, ആക്രമണഭീതി
അല്ലെങ്കിൽ കലഹത്തിൻ്റെ, രാജ്യങ്ങൾ തമ്മിലുള്ള കലഹത്തിൻ്റെ ഭീതിയൊക്കെ വിട്ടൊഴിഞ്ഞ് സന്തോഷത്തോടെ ഇരിക്കുന്നൊരു ദിവസം കൂടിയാണ്. ഈശോയെ നന്ദി പറയുന്നു. ഞങ്ങൾ അനുഗ്രഹിച്ചതിനൊക്കെ നന്ദി പറയുന്നു. കഴിഞ്ഞ രാത്രി ശാന്തമായിട്ട് ഉറങ്ങാൻ സാധിക്കാത്തവരുണ്ടാകാം. ഏറ്റവും നല്ല വിശ്രമത്തിൻ്റെ മേഖലയിലായിരുന്ന മക്കളുണ്ടാകാം. നന്ദി പറഞ്ഞേക്കണം. ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും നന്ദി പറഞ്ഞേക്കുക. കണ്ണുകൾ അടയ്ക്കുക. അതുപോലെ തന്നെ നമ്മുടെ മനസ്സ് ഏറ്റവും ശാന്തമായിട്ടിടുക. ഏറ്റവും ശാന്തമായിട്ട് രാവിലെ തന്നെ കണ്ട അല്ലെങ്കിൽ രാത്രിയിൽ കഴിഞ്ഞ ഈ ഇന്നലത്തെ ദിവസം കഴിഞ്ഞ ഏതെങ്കിലും ചിന്തകളൊക്കെ നിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി ഏറ്റവും ശാന്തമായിട്ട് പ്രഭാതം എപ്പോഴും ആത്മീയമായിരിക്കട്ടെ. ടെൻഷൻ വേണ്ട. അല്ലെങ്കിൽ ഇന്നത്തെ ചില കാര്യങ്ങളെക്കുറിച്ച് ഓർത്തുള്ള ഏതെങ്കിലും രീതിയിലുള്ള ആകുലതകൾ വേണ്ട. ശാന്തമായിട്ട്, ഏറ്റവും ശാന്തമായിട്ട് കർത്താവിൻ്റെ കൃപ നിറയട്ടെ കേട്ടോ. ശക്തമായിട്ട് അങ്ങനെ നിറയട്ടെ. ഓർത്തേക്കുക, ഏറ്റവും വലിയ പ്രാർത്ഥനകളിലൊന്ന് കർത്തൃസന്നിധിയിലെ ഏറ്റവും ശാന്തമായും ഒഴിഞ്ഞ ഭാരമില്ലാത്ത ഹൃദയത്തോടുകൂടി ഇരിക്കാൻ സാധിക്കുന്നത് വലിയൊരു അനുഗ്രഹമാണ്. അതെല്ലാവർക്കും സാധിക്കുന്നൊരു കാര്യമല്ല. എല്ലാ പ്രഭാതവും നമ്മൾ പ്രഭാതത്തിൽ ഏറ്റവും ശാന്തമായിട്ട് ഈശോയുടെ മുൻപിലായിരിക്കുന്ന സമയമാണ്. അനുഗ്രഹിച്ചേക്കണം. അത് കണ്ണുകളെ കടച്ച് നമുക്കിന്ന് തിരുവചനം ഈശോ നമ്മളോട് പറയുന്നത് എന്താണെന്ന് പ്രത്യേകം ഒന്ന് ശ്രവിക്കേണ്ട ആവശ്യമുണ്ട്. എൻ്റെ കണ്ണും കരളും മനസ്സും തിരുവചനത്തിൻ്റെ ശ്രവണത്തിനായിട്ടൊരുക്കുക. മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൻ്റെ 58-ാമത്തെ തിരുവചനം. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ ഏറ്റവും അവസാനത്തെ തിരുവചനമാണ് 58. മത്തായി 13 മുഴുവനായിട്ട് കർത്താവ് വിശ്വാസത്തിൻ്റെ ചില മേഖലകൾ, ഉപമകൾ ഈശോ ജനങ്ങളോട്, ശിഷ്യന്മാരോട് പറഞ്ഞ് അവസാനം പറയുന്ന തിരുവചനമാണ് ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായിട്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ഒരു വലിയ ഉപദേശമായിട്ട് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. അവരുടെ അവിശ്വാസം നിമിത്തം അവിടെ വളരെ വീര്യപ്രവർത്തികൾ അവൻ ചെയ്തില്ല. അവരുടെ അവിശ്വാസം നിമിത്തം അവൻ അവിടെ വളരെ വീര്യപ്രവർത്തികൾ ചെയ്തില്ല. മത്തായി 13:58. ഈ തിരുവചനം ഒന്ന് ധ്യാനിച്ച് നമുക്കിന്നത്തെ ഈ പ്രഭാതം ആരംഭിക്കാം. അവർക്ക് പണമില്ലെന്നോ അല്ലെങ്കിൽ അവന് ആരോഗ്യമില്ലെന്നോ അവർക്ക് ഉയരമില്ലെന്നോ അവർക്ക് രാഷ്ട്രീയ ബന്ധങ്ങളില്ലെന്നോ ഒന്നുമല്ല കർത്താവ് പറഞ്ഞിട്ടുള്ളത്. നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാനുള്ള ഒരേ ഒരു മാനദണ്ഡം, ഞാൻ നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ ഒരേ ഒരു മാനദണ്ഡം മാത്രമേ ഉള്ളൂ: വിശ്വാസം. നിന്റെ സോഷ്യൽ സ്റ്റാറ്റസോ കുടുംബ മഹിമയോ നിന്റെ വസ്ത്രമോ നിന്റെ ആഭരണങ്ങളോ നിന്റെ വീടോ ഒന്നും ഞാൻ നോക്കുന്നില്ല കേട്ടോ. നിനക്ക് വിശ്വാസമുണ്ടോ എന്നിൽ? ദരിദ്രനാണ് നീ, ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്തവനാണ്. ഈ ലോകം മുഴുവൻ നിന്നെ കളിയാക്കലുകൾക്കും പരിഹാസങ്ങൾക്കും ദൂഷണങ്ങൾക്കും വിധേയനാക്കുന്നുണ്ട്. പക്ഷെ അതൊന്നുമല്ല എൻ്റെ മാനദണ്ഡം. വിശ്വാസമുണ്ടോ? ഞാൻ നിൻ്റെ കൂടെയുണ്ട്.
നീ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ നിന്റെ കൂടെയുണ്ട്. ഈ ലോകം മുഴുവൻ നിനക്കെതിരെ നിന്നാലും ഞാൻ നിന്റെ കൂടെയുണ്ട്. വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഈശോയോടൊന്ന് പറയാം, പ്രിയാരെ, വിശ്വാസത്തിന് ചില മേഖലകളൊക്കെ ഉണ്ട് കേട്ടോ. പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം. പ്രത്യേകം വലിയൊരു ഭാഗമാണ്. വാക്കുകൊണ്ട് മാത്രമല്ല അത് പ്രത്യേകം ഒന്ന് ഈശോയിലേക്ക് കൊടുത്തേക്കണം. വാക്കുകൊണ്ട് മാത്രമല്ല നമ്മൾ വിശ്വാസിയാക്കേണ്ടത്. ഈശോയെ, വാക്കല്ല പ്രധാനം. പ്രവൃത്തിയിൽ വിശ്വാസിയാക്കുക. കർത്താവേ, ഞങ്ങൾ അതരം കൊണ്ട് കുറേ പ്രാർത്ഥിക്കുന്നുണ്ട്, കുറേ വചനം വായിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ പ്രവൃത്തികൾ അങ്ങേക്ക് ഹിതകരമല്ലാത്തതായിട്ട് ഒരിക്കൽ പോലും മാറാൻ എന്നെ അനുവദിക്കരുതേ നാഥ. ഒന്ന് കൊടുത്തേക്കണം കേട്ടോ, ക്രിസ്തുവെങ്കിലേക്ക് ഒന്ന് കൊടുത്തേക്കണം. യഥാർത്ഥ വിശ്വാസത്തോടെ ജീവിക്കാൻ, നമ്മുടെ ഒരു ചെറിയ കാര്യത്തിന് പോലും ഈശോയോടൊന്ന് അവനെ ചേർത്ത് പിടിക്കാനുള്ള വലിയൊരു അഭിഷേകത്തിനായിട്ട് നമ്മൾ ഈശോയിലേക്ക് കൊടുത്തുനിന്ന് പ്രാർത്ഥിക്കുകയാണ്. പിറുവിറുക്കലല്ല, പ്രാർത്ഥിക്കലാണ് നമ്മൾ ചെയ്യുന്നത്. പിറുവിറുക്കലല്ല, പ്രാർത്ഥിക്കുക. ഈശോയോട് സംസാരിക്കുകയാണ്. ചില മേഖലകൾ എൻ്റെ ചിന്തയിലോ പ്രവൃത്തിയിലോ സംസാരത്തിലോ എപ്പോഴെങ്കിലും കർത്താവ് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഞാൻ പോലും അറിയാതെ വ്യതിചലിച്ചിട്ടുണ്ടെങ്കിൽ, പ്രാർത്ഥനാ മേഖലകളിൽ ഒരു മടുപ്പ്, പ്രാർത്ഥിക്കാനൊന്നൊരു താല്പര്യമില്ല, അല്ലെങ്കിൽ ചില വിഷമങ്ങൾ പരാധീനതകളൊക്കെ വരുമ്പോൾ ഈശോയിൽ നിന്ന് അകന്നു പോകാനുള്ളൊരു ടെൻഡൻസി വിശ്വാസരാഹിത്യമാണ് കേട്ടോ. ചിലരുടെ കുറവുകൾ വീഴ്ചകളൊക്കെ കേൾക്കാനായിട്ട്, അവ പാടി നടക്കാനായിട്ട്, അവ മറ്റുള്ളവരോട് പങ്കുവയ്ക്കാനായിട്ട്, ചില കുടുംബത്തിൻ്റെ പരാധീനതകൾ, അവർക്ക് സംഭവിച്ച ചില ബലഹീനതകളൊക്കെ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് അമിതമായൊരാവേശം. വിശ്വാസത്തിൻ്റെ മേഖലയിൽ നീ തളർന്നു പോകുന്നതാ കേട്ടോ. നീ പോലും അറിയാതെ നിന്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന ചില വാക്കുകൾ, കാണരുതെന്ന് ആഗ്രഹിച്ചിട്ടും കാണുന്ന മേഖലകൾ, ആഗ്രഹമുണ്ട് ചില ദുശീലങ്ങളിൽ നിന്ന് അകന്നു നിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്നൊക്കെയുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. ലഹരി, ചില മേഖലകളിൽ അതരത്തിൻ്റെ അടക്കം വേണമെന്ന് ആഗ്രഹമുണ്ട്, സാധിക്കുന്നില്ല. ചില വസ്തുക്കളോട് അമിതമായ ഭ്രമം, വസ്ത്രമാകാം, ആഭരണമാകാം, യാത്രകളാവാം, ചില വസ്തുക്കൾ, ഭവനങ്ങളോടാവാം, മൊബൈൽ ഫോൺ, ചില വ്യക്തികളോട് അമിതമായ അടുപ്പം. അതൊക്കെ വിശ്വാസ മേഖലയിൽ നീ നിന്നെ തന്നെ ത്യജിക്കുന്നതിൻ്റെ ആരംഭമാണ്. ഈശോയിലേക്ക് കൊടുക്കുക. കർത്താവേ, വേറൊന്നുമല്ല, എല്ലാ മേഖലകളിലും മിതത്വത്തോടെ ജീവിക്കാൻ, അത് ആഹാരമായാലും വസ്ത്രമായാലും ഭവനമായാലും ഞാൻ ഉപയോഗിക്കുന്ന എന്ത് മേഖലയിലായാലും എനിക്ക് ആവശ്യത്തിൽ കൂടുതലൊന്നും നൽകരുതേ നാഥ. എൻ്റെ കുടുംബത്തിന് അല്ലെങ്കിൽ എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ നൽകുന്നതൊക്കെ, നേടുന്നതൊക്കെ, സമ്പാദിക്കുന്നതൊക്കെ നിന്നെ വിശ്വാസത്തിൽ നിന്ന് അകറ്റിക്കളയും. പ്രത്യേകം ഈ സമയം ഒന്ന് ഈശോയിലേക്കൊന്ന് കൊടുക്കാം.
ആരെങ്കിലും നമ്മളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ട മക്കളുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് വിശ്വാസ മേഖലയിൽ തെറ്റിപ്പോകുന്ന മനുഷ്യരെ കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ടെങ്കിൽ, സഭയോട്, ആരാധനകളോട്, വേദപുസ്തകത്തോട്, വൈദികരോട്, വിശുദ്ധ കുർബാനയോട് അനാദരവോടെ പെരുമാറുന്ന വ്യക്തികള് ഒന്ന് ഈശോയിലേക്കൊന്ന് കൊടുക്കുക. നമ്മളല്ല കേട്ടോ. പിന്നെ ചിലരൊക്കെ കർത്താവ് ചിലപ്പോൾ വെളിപ്പെടുത്തും മനസാന്തരത്തിനായിട്ട്. കർത്താവെ, വിശുദ്ധ കുർബാന എന്ന ഏറ്റവും ആഘോഷം, ഏറ്റവും ഭയഭക്തി നിർഭരമായ അങ്ങയുടെ ആരാധനയോട്, ആഘോഷത്തോട് അനാദരവ് കാണിക്കുന്ന മക്കളെ വിശുദ്ധ കുർബാനയുടെ മഹത്വവും ശക്തിയും അങ്ങ് കാണിച്ചു കൊടുക്കണേ. നമ്മൾ പ്രാർത്ഥിക്കുക മാത്രം ചെയ്താൽ മതി കേട്ടോ. വിശുദ്ധ കുർബാനയുടെ ശക്തി അവർക്ക് ലഭിക്കട്ടെ, അവർക്കത് മനസ്സിലാക്കട്ടെ. ദേവാലയത്തോട്, വൈദികരോട്, വചനത്തോട്, പ്രത്യേകിച്ച് വിശുദ്ധ വേദഗ്രന്ഥം വായിക്കാത്ത മക്കള് വായിക്കാൻ, അങ്ങേ അടുത്തറിയാനുള്ള വലിയൊരു കൃപ കൊടുക്കണേ. പ്രാർത്ഥിച്ചേക്കണം കേട്ടോ. നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ കടന്നു പോകുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വലിയൊരു ഇമ്പാക്റ്റാണ്. ഈ പ്രഭാതം കർത്താവ് ശക്തമായിട്ട് അനുഗ്രഹിക്കും. എൻ്റെ ഉള്ളിൽ നിന്നാണ് ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ അവർക്ക് ലഭിക്കുന്നതിനേക്കാൾ ഇരട്ടിയായിട്ട് അനുഗ്രഹം കർത്താവ് നിന്റെ ജീവിതത്തിലും വർഷിക്കും. ഒരു കുടുംബം പ്രത്യേകം പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. പ്രത്യേകമായിട്ടൊരു കുടുംബം, ഭാര്യാഭർത്തൃബന്ധത്തിലുള്ള ചില വിള്ളലുകൾ അകന്നു മാറാൻ, ചില വഴക്കുകൾ, അകൽച്ചകൾ അകന്നു മാറാനായിട്ട് ഒരു ദമ്പതികൾ പ്രത്യേകം പ്രാർത്ഥന ആവശ്യം. എല്ലാ കുടുംബങ്ങളെയും നമ്മൾ പ്രാർത്ഥിക്കും. ഒരു കുടുംബമല്ല കർത്താവ്, ഈ ലോകത്തിലുള്ള 800 കോടിയിലധികം ജനങ്ങൾ കുടുംബമായി ജീവിക്കുന്നവരെ അങ്ങയുടെ തിരുകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ യോസഫ്, മറിയം, ക്രിസ്തു, ഈ മൂവരും ഏറ്റവും വിശുദ്ധിയുള്ള കുടുംബമായി ജീവിച്ചതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങ് വളർത്തണമേ, നയിക്കണമേ, നിറയ്ക്കണമേ, ശക്തിപ്പെടുത്തണമേ. സ്തുതി കർത്താവേ. സഹോദരങ്ങളായിട്ട് ഒരിച്ചിരി പിണക്കത്തിൽ കഴിയുന്ന ഒരു മകൻ, പ്രത്യേകം ചെറിയ നിസാര കാര്യങ്ങളാണെങ്കിലും ആ പിണക്കം അല്ലെങ്കിൽ അകൽച്ച, ഭിന്നത മാറ്റാനായിട്ട് ഒരു എളിമ, ഒരു ഹൃദയ തുറവി ലഭിക്കുന്നതിനായിട്ട് പ്രത്യേകം പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്ന സഹോദരങ്ങളായിട്ട് ചില അകൽച്ചയിലൂടെ കടന്നു പോകുന്ന, കുറച്ച് ഭിന്നത, കലഹത്തിൻ്റെ മേഖലകളിലൂടെ കടന്നു പോകുന്ന മക്കള്, ഒരു കുടുംബം പ്രത്യേകം ഈ പ്രഭാതം നമ്മളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒന്ന് ഈശോയിലേക്ക് ഒന്ന് കൊടുത്തേക്കണം കേട്ടോ. എല്ലാ സഹോദരങ്ങളെയും നമുക്ക് ഒരുപക്ഷെ നമ്മുടെ സഹോദരങ്ങളെ സമർപ്പിക്കാം. നമ്മുടെ ജ്യേഷ്ഠന്മാർ, അനുജന്മാർ, ചേച്ചിമാർ, അനിയത്തിമാരൊക്കെ ഒന്ന് സമർപ്പിക്കാം. ഏത് പ്രായത്തിലായാലും, ചിലപ്പോൾ മരിച്ചു പോയവരായാലും ഒന്ന് ഈശോയിലേക്ക് ഒന്ന് കൊടുത്ത്, കർത്താവേ, അങ്ങയുടെ തിരുവചനം ഞങ്ങൾ ധ്യാനിക്കുന്നു. സഹോദരന്മാർ ഒത്തൊരുമയോടെ വസിക്കുന്നത് എത്ര ശ്രേഷ്ഠവും മനോഹരവുമാകുന്നു. സങ്കീർത്തന പുസ്തകത്തിൻ്റെ തിരുവചനത്തെ ഞങ്ങൾ ഈ സമയം സ്മരിച്ച് ആ വചനത്തിൻ്റെ നിറവ് ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിറയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ വചനം കൊണ്ട് നിറയട്ടെ. കലഹങ്ങളിലൂടെ, ഒരുപക്ഷെ സാമ്പത്തിക തർക്കങ്ങളോ അല്ലെങ്കിൽ ചില ഈഗോ പ്രശ്നങ്ങൾ, ചില പ്രത്യേകമായിട്ടുള്ള മേഖലകളിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മൂലം പരസ്പരം പോരടിക്കുന്ന സഹോദരങ്ങൾ, കോടതി വ്യവഹാരങ്ങളിലൂടെ കടന്നു പോകുന്ന സഹോദരി സഹോദരന്മാരെ ഐക്യത്തിന് വേണ്ടി ഞങ്ങളങ്ങോട്ട് അപേക്ഷിക്കുന്നു. ഈശോയിലേക്കൊന്ന് കൊടുക്കുക.
പ്രത്യേകിച്ച് ഒരു കുടുംബം പ്രത്യേകം ഈ മേഖലയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹത്തോടെ, വലിയ വേദനയോടെ പ്രാർത്ഥന ആവശ്യപ്പെട്ട ഒരു കുടുംബം. യേശുവേ സ്തുതി, സ്തുതി. മറ്റുള്ളവരെ ഈശോ നമ്മളോട് പറയുന്ന ഏതെങ്കിലും കുടുംബങ്ങളോ വ്യക്തികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഈശോയിലേക്കൊന്ന് കൊടുത്തേക്കാം കേട്ടോ. കർത്താവിനെ അറിയാം നമ്മുടെ ആവശ്യങ്ങളല്ല, മറ്റുള്ളവർക്ക് വേണ്ടി, എൻ്റെ കൂട്ടുകാരോ അല്ലെങ്കിൽ അയൽക്കാരനോ കുടുംബത്തിലുള്ളവരോ, ചില വളർത്തു മൃഗങ്ങൾ, നമ്മുടെ ജോലി മേഖലകൾ, യാത്ര ചെയ്യുന്ന മേഖലകൾ, ഞാൻ ഇടപെടുന്ന വ്യക്തികൾ. ഒരു വ്യക്തി അനാവശ്യമായിട്ട്, ഒരു മകൻ പ്രത്യേകം പ്രാർത്ഥന ആവശ്യപ്പെട്ട മേഖല, ഒരു വ്യക്തി അനാവശ്യമായിട്ട് ചില മേഖലകളിൽ ദുരാരോപണങ്ങൾ നടത്തി എനിക്ക് വലിയ മാനസിക വിഷമമുണ്ടാക്കുന്നു. അച്ഛാ ഒന്ന് പ്രാർത്ഥിച്ചേക്കണം, ഒന്ന് ഈശോയിലേക്ക് ഒരു കർത്താവേ, അങ്ങ് എത്ര വിശുദ്ധനായിരുന്നിട്ട് പോലും അങ്ങയുടെ പരസ്യ ജീവിത കാലഘട്ടത്തിൽ പലരും അങ്ങേക്കെതിരെ നിൽക്കുകയും അങ്ങയുടെ ശുശ്രൂഷകളെ കുറവുകളായിട്ട് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തു. പ്രത്യേകം പ്രാർത്ഥിക്കുന്നു, മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്ന ചില പരിഹാസങ്ങൾ, അല്ലെങ്കിൽ ചില ആരോപണങ്ങൾ, ചില കളിയാക്കലുകൾ, ചില കുറ്റപ്പെടുത്തലുകൾ, അത് സത്യമായാലും നുണയായാലും അതുമൂലം ഒരു ആന്തരിക മുറിവില്ലാതെ ജീവിക്കാൻ, കുറവുകളുണ്ടെങ്കിൽ അത് തിരുത്തി മുന്നേറാൻ, അങ്ങനെ പറഞ്ഞെന്നറിഞ്ഞ വ്യക്തികളോട് ക്ഷമിക്കാൻ നിങ്ങൾ ഓരോരുത്തരെയും അങ്ങ് ക്രമപ്പെടുത്തണമെന്ന് ഈശോയിലേക്ക് കിടക്കുക. പ്രത്യേകിച്ച് ഈ മേഖലയിൽ വലിയ മുറിവ്, ആന്തരിക ഹൃദയത്തിൻ്റെ മുറിവിലൂടെ ആ മുറിവ് വ്രണം ഉണക്കപ്പെടാതെ അത് അസൂയയ്ക്ക്, അഹങ്കാരത്തിന്, പകയ്ക്ക് കാരണമായിട്ട് തീർന്നുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരുടെ മനസാന്തരത്തിന് വേണ്ടി ഒന്ന് ശക്തമായിട്ട് ഈശോയോടൊന്ന് പ്രാർത്ഥിക്കണം. ഈശോ ആരാധന, ആരാധന, ആരാധന. മറ്റുള്ളവരുടെ പരിഹാസങ്ങൾ, കുറ്റപ്പെടുത്തലുകൾ, നമുക്കുണ്ടാകുന്ന വീഴ്ചകൾ, പാടി നടക്കുന്ന മേഖലകൾ, ആ മേഖലകളിലൊക്കെ ഈശോ സൗഖ്യം തരട്ടെ. ഈശോവേ ആരാധന, 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 ആരാധന. കുടുംബ ബന്ധത്തിൽ ഇണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടൊരു ദാസി പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഇണയെയും സമർപ്പിക്കാം, നമ്മുടെ ഭാര്യയെ, നമ്മുടെ ഭർത്താവിനെയൊക്കെ ഒന്ന് സമർപ്പിക്കാം. ചില മേഖലകളിൽ ഒട്ടും ഒത്തുപോകാൻ സാധിക്കാതെ വേർപിരിയാനായിട്ട് ചില തീരുമാനങ്ങൾ എടുക്കുന്ന ഘട്ടത്തിൽ നിൽക്കുന്ന ദമ്പതികൾ പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് കർത്താവേ അനുഗ്രഹിച്ചേക്കണമെന്നത് ഈശോയിലേക്ക് ഒന്ന് കൊടുക്കുക. ആദാമിനെ തക്ക ഇണയെ ഹവ്വായെ സൃഷ്ടിച്ച ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളിലെ തക്ക ഇണകളെ ലഭിച്ചിട്ടും സാത്താൻ്റെ പ്രവർത്തനം മൂലം വേർപിരിയാനായിട്ട് കലഹങ്ങളിലൂടെ കടന്നുപോയി ഡിവോഴ്സിൻ്റെ മേഖലയിലായിരിക്കുന്ന ദമ്പതികളുടെ ഐക്യത്തിന് വേണ്ടി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ശരി, ആരാധന, ആരാധന. കണ്ണുകൾ അടയ്ക്കണം കേട്ടോ. ശക്തമായിട്ട് ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. പല വിചാരങ്ങളിലൂടെ കടന്നു പോകരുതേ. ഈ സമയം ഈശോയുടെ കൂടെ നമ്മളായിരിക്കുന്ന സമയമാണ്. ഈശോയുടെ കൂടെ ആയിരിക്കുന്ന സമയം. പ്രിയരെ, വിദ്യാർത്ഥികൾ പ്രത്യേകം പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിനങ്ങളിൽ 10ാം ക്ലാസ് ജയിച്ച വിദ്യാർത്ഥികൾ അവരുടെ ഉപരിപഠനത്തിനായിട്ട് തിരഞ്ഞെടുക്കാനായിട്ട്, ശരിയായ മേഖല തിരഞ്ഞെടുക്കാനായിട്ട് പ്രത്യേകം ഒരു വിജ്ഞാനം അവർക്ക് ലഭിക്കാനായിട്ട് പ്രത്യേകം നിശ്ചയോടെ പ്രാർത്ഥിക്കുന്നു. ഈ കഴിഞ്ഞ ദിനങ്ങളിൽ വിജയിച്ച മക്കൾ ശരിയായ മേഖലകൾ സീറ്റ് ലഭിക്കാൻ, മാർക്ക് കുറഞ്ഞവരുണ്ട്, കൂടിയവരുണ്ട്. സമർപ്പിക്കുന്ന ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് അവരുടെ ഭാവി ജീവിതത്തിൽ തിരഞ്ഞെടുക്കേണ്ട പഠന മേഖലകളെ അങ്ങ്
പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ മാതാപിതാക്കളിലൂടെ മറ്റ് ഗുരുഭൂതന്മാരിലൂടെ അങ്ങ് വെളിപ്പെടുത്തണമേ യേശുവേ. പ്രാർത്ഥനാപൂർവം ആ മക്കൾ വളർന്നു വരാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു. അനുഗ്രഹിക്കട്ടെ ശക്തമായിട്ട്. ഈശോയുടെ മുൻപിൽ എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുക. ഏതെങ്കിലും മേഖലകൾ ഈശോ വെളിപ്പെടുത്തുന്നുണ്ടെങ്കിൽ മാനസിക വേദന അനുഭവിക്കുന്ന മക്കളുടെ വേദന സന്തോഷം കൊണ്ട് നിറയട്ടെ. ജോലി മേഖലയിൽ സ്ഥിരതയില്ലാത്തൊരു മകൾ പ്രത്യേകം പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന ഈശോയെ, അർഹിക്കുന്ന അർഹതപ്പെട്ട ന്യായമായ വേതനത്തോടുകൂടിയ ശമ്പളത്തോടുകൂടിയ ജോലി ലഭിക്കുന്നതിനായിട്ട് അങ്ങയുടെ ഇടപെടലുണ്ടാക്കണമേ. അകാരണമായ ഭയം, ചില മേഖലകളിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു മകള് അകാരണമായിട്ടുള്ള ഭയം മൂലം വേദനപ്പെടുന്നു. സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കട്ടെ. സാമ്പത്തിക ഞെരുക്കം ഉള്ളവരെ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഓർത്തേക്കണം പ്രിയരെ, ഏതെങ്കിലും മേഖലകളിൽ ഒക്കെ സാധിക്കുമെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ നമുക്ക് സഹായിക്കാനായിട്ട് ഏറ്റെടുക്കാനായിട്ട് സാധിക്കുന്ന മേഖലകൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഞെരുക്കം അനുഭവിക്കുന്ന മക്കളെ, പ്രത്യേകിച്ച് അസുഖങ്ങൾക്ക് മരുന്നുകൾ വാങ്ങിക്കാനായിട്ട് പണമല്ലാത്തവരെ ഈശോയെ സമർപ്പിക്കുന്നു. ഈശോയെ ഇടപെടലുണ്ടാകണേ. ഒരു ഡയാലിസിസ് ചെയ്യുന്ന രോഗി പ്രത്യേകം പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഡയാലിസിസ് ചെയ്യുന്ന ഒരു രോഗി പണത്തിൻ്റെ അഭാവമല്ല, മറിച്ച് തൻ്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള വലിയൊരു ഉത്കണ്ഠയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ. കുഞ്ഞുമക്കളെയും ഈ ലോകത്തെ മുഴുവൻ കാത്തു പാലിച്ചേക്കണേ നാഥ. കർത്താവേ, ഞങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നു, ഈ പ്രഭാതം ഞങ്ങൾക്ക് ശാന്തമായിട്ട് ഞങ്ങളുടെ ഭവനങ്ങളിൽ ഏറ്റവും സുഖത്തോടെ വിശ്രമിക്കാവുന്ന സാഹചര്യമുണ്ടായിട്ടും ഞങ്ങൾ അതിരാവിലെ അങ്ങയുടെ തിരുസന്നിധിയിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്ന ഈ അപേക്ഷകൾ നിരസിച്ചേക്കരുതേ നാഥ, നിരസിച്ചേക്കരുതേ. ഞങ്ങൾക്ക് വേണ്ടിയല്ല, ഈ ലോകത്തിന് വേണ്ടി, ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന യാചിക്കുന്ന അപേക്ഷകളെ ഒരിക്കലും നിരസിച്ചേക്കരുത് കർത്താവേ. ഞങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങളിൽ അങ്ങ് മുഖം തിരിച്ചാൽ പോലും ഒരു പക്ഷേ ഞങ്ങൾക്ക് ചെറിയ വിഷമമുണ്ടെങ്കിലും കുഴപ്പമില്ല നാഥ. പക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ മധ്യസ്ഥം വഹിക്കുന്ന ഈ പ്രാർത്ഥനകളെ യാതൊരു കാരണവശാലും അങ്ങ് തള്ളിക്കളഞ്ഞേക്കരുതേ, മുഖം തിരിച്ചേക്കരുതേ. ഈശോയേ സ്തുതി. ഇന്ന് തിങ്കളാഴ്ചയാണ്, നമ്മളൊരാഴ്ച ആരംഭിക്കുകയാണ്. കർത്താവിൻ്റെ കൂടെ തന്നെ ആരംഭിക്കണം. ഇന്ന് ഈശോയോട് ഒരു കൂട്ടുകാരനെ പോലെ നമ്മുടെ സങ്കടങ്ങളോ സന്തോഷമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് നമുക്ക് ഈ ദിവസം നമ്മൾ ആരംഭിക്കുകയാണ്. നമ്മുടെ ചെറിയ ചെറിയ സങ്കടങ്ങൾ, സന്തോഷങ്ങൾ, ചെറിയ ചെറിയ ആവശ്യങ്ങൾ, വേദനകൾ, അസുഖങ്ങൾ, നമ്മുടെ ജോലി മേഖലകൾ എല്ലാം കൊടുക്കുക. ഇന്നത്തെ ദിവസത്തെ പൂർണ്ണമായിട്ട് കൊടുക്കുക. വഴിയാത്രകളുണ്ടെങ്കിൽ ആ വഴിയാത്രകളെ കർത്താവ് അനുഗ്രഹിക്കണം. ചില ടെൻഷനുകൾ, ചില മേഖലകളിലുള്ള ചില ആകുലതകളൊക്കെ ഈശോയിലേക്ക് ഒന്ന് കൊടുത്ത് ഇന്ന് ഈ ആലയത്തിൽ നിന്ന് നമ്മൾ മടങ്ങുമ്പോൾ, ഈ പ്രഭാത ധ്യാനം കഴിയുമ്പോൾ ഏറ്റവും സമാധാനത്തോടെ ആയിരിക്കണം. പഞ്ഞിക്കെട്ട് പോലെ അല്ലെങ്കിൽ തുറുവല് പോലെ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാരം ഞാനിവിടെ ഇറക്കി വെച്ചിട്ടുണ്ടാകണം. യാതൊന്നും നീ ഭയപ്പെടേണ്ട, യാതൊന്നും നീ ഭയപ്പെടേണ്ട, എല്ലാം കർത്താവ് നോക്കിയോളും. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പിൻ. റോമർ 12:11.
ആശയിൽ സന്തോഷിപ്പിൻ, കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പിൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിൻ. നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിപ്പിൻ. കർത്താവ് എന്ന് പറയുന്നുണ്ട്, നിങ്ങളാൽ ആവോളം. പരിധിയുണ്ട് അറിയാൻ കർത്താവിനെ. നിങ്ങൾക്ക് കഴിയുവോളം എല്ലാ മനുഷ്യരോടും സമാധാനമായിരിപ്പിൻ, സമാധാനമായിരിപ്പിൻ. ഈശോ അനുഗ്രഹിക്കട്ടെ കേട്ടോ. മനോഹര ഒരു ദിനമാക്കട്ടെ ഈ പ്രഭാതം. ഈശോയുടെ വലിയ അഭിഷേകത്താലും കൃപയാലും നമ്മൾ നിറയപ്പെടുകയും ചെയ്യുമാറാകട്ടെ. പ്രിയരെ, ഈ ധ്യാനത്തിൻ്റെ അവസാന സമയങ്ങൾ നമ്മൾ 91 സങ്കീർത്തനം പ്രാർത്ഥിച്ച് ഈ ദിനം മുഴുവൻ സകല ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും കർത്താവെ ഞങ്ങളെ സംരക്ഷിക്കണമേ എന്ന പ്രാർത്ഥന. സങ്കീർത്തനം 91 പ്രാർത്ഥിച്ച് നമ്മൾ ഈ ദിവസം ആരംഭിക്കുകയാണ്. അത്യുന്നതന്റെ മറയിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്യുന്നതന്റെ മറയിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് അവൻ നിന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്നതിന്റെ ദൈവവും എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരന്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവൻ്റെ ചെറിയൻ്റെ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവൻ്റെ വിശ്വസ്ത നിനക്ക് പരിചയം പലകയുമാകുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്ത് വശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോടടുത്ത് വരികയില്ല. നിന്നെ കണ്ണു നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവേ, നീ എൻ്റെ സങ്കേതമാകുന്നു. നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിനെടുക്കുകയില്ല. നിന്റെ എല്ലാ വഴികളിലും അവർ നിന്നെ കാക്കേണ്ടതിനെ അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്റെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തുമേലും മണലുമേലും നീ ചവിട്ടും. ബാലസിംഹത്തെയും പെരുപാമ്പിനെയും നീ മെതിച്ച് കളയും. അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്നെ നാമത്തറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവനെ ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടിയിരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ്സുകൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും. എൻ്റെ രക്ഷ ഞാൻ അവനെ കാണിച്ചു കൊടുക്കും. ഈശോയുടെ കരുണയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് നമ്മൾ ഈ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളുടെ മേലൊക്കെ ദൈവമേ അങ്ങ് കരുണയായിരിക്കണം. ഈ ലോകം മുഴുവൻ്റെ മേൽ കരുണയോടെ അങ്ങ് വർത്തിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. അനാദി മുതൽ എന്നേക്കും ആമേൻ, ആമേൻ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തനെ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹത്തിനായിട്ട് തലകളെ വണക്കാം. പ്രിയരെ, ഈ ദിവസം മുഴുവൻ മനോഹരമായിട്ടുള്ളൊരു ദിവസമായിട്ട് തീരട്ടെ. കർത്താവ് പറയണേ, വിശ്വാസത്തോടെ ഇരിക്കാം. എത്ര തന്നെ കഷ്ടങ്ങളോ ഞെരുക്കങ്ങളോ ബുദ്ധിമുട്ടുകളൊക്കെ വന്നാലും വിശ്വാസത്തെ ത്യജിച്ചേക്കരുത്. അതുപോലെ തന്നെ എല്ലാവരോടും സമാധാനമായിരിക്കുക. ഈശോയുടെ കൃപയുണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം എല്ലാവരോടും, പ്രത്യേകിച്ച് കർത്താവെ ഈ ആലയത്തിലായിരിക്കുന്ന മക്കളോടും ഇവരുടെ ഇന്നത്തെ എല്ലാ പ്രവർത്തനങ്ങളോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും. ആമേൻ. അനുഗ്രഹത്തിനായിട്ട് കടന്നു വരാം.